സോ ഇന്നിനിയിപ്പം ഞാൻ ആദ്യം പ്രസന്റ് ചെയ്യാൻ പോകുന്നത് അഗ്രഷൻ എന്നുള്ള ഏരിയ ആണ്. സോ വളരെ ഫെമിലിയർ ആയിട്ടുള്ള വേർഡ് ആണ് അഗ്രഷൻ. സോ ഹ്യൂമൻ റേസില് ഏതൊരു ഗ്രൂപ്പ് എടുത്താലും ഏതൊരു എത്നിക്കോ കൾച്ചറലോ ഏതൊരു ഏരിയ ഏതൊരു ഗ്രൂപ്പ് എടുത്താലും ഈ അഗ്രസീവ് ടെൻഡൻസീസ് കണ്ടുവരാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ സോഷ്യൽ സൈക്കോളജിസ്റ്റുകൾ വളരെയധികം ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് അഗ്രഷൻ. ആൻഡ് വൺ ഓഫ് ദി ഏർലി റിസർച്ച് ഇൻ സോഷ്യൽ സൈക്കോളജി ഒക്കെ നടന്നിട്ടുള്ളത് അഗ്രഷൻ എന്ന ഏരിയയിലാണ്. എന്തുകൊണ്ടാണ് ആളുകൾ മറ്റൊരു വ്യക്തിയെ ഹാം ചെയ്യണം എന്നുള്ള ഇന്റൻഷനിലൂടെ ബിഹേവ് ചെയ്യുന്നത്? ഇത് പഠിക്കാൻ വളരെയധികം എഫേർട്ടും ടൈമും സോഷ്യൽ സൈക്കോളജിസ്റ്റുകൾ മാറ്റിവെച്ചിട്ടുണ്ട്. സോ അഗ്രഷൻ എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയുടെ അടുത്ത് അയാളെ ഹാം ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ കാണിക്കുന്ന ബിഹേവിയറിനെയാണ് അഗ്രഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് അതിന്റെ അടുത്ത സ്ലൈഡിലേക്ക് പോകാം. സോ അഗ്രഷനെ കുറിച്ച് പഠിക്കുന്ന ഉടനെ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില ബേസിക് തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് ഉണ്ട് അഗ്രഷനിൽ. അതായത് എന്തുകൊണ്ടാണ് ഹ്യൂമൻ ബീയിങ്സ് അഗ്രസീവ് ആവുന്നത്, എന്തുകൊണ്ടാണ് അഗ്രസീവ് ടെൻഡൻസീസ് അല്ലെങ്കിൽ അഗ്രസീവ് ബിഹേവിയേഴ്സ് ഹ്യൂമൻ ബീയിങ്സ് കാണിക്കുന്നത്. സോ വൺ ഓഫ് ദ ഏർലിയസ്റ്റ് എക്സ്പ്ലനേഷൻസ് വന്നിട്ടുള്ളത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ബയോളജിക്കൽ ഫാക്ടേഴ്സ്. അതായത് നമ്മൾ ജനറ്റിക്കലി അല്ലെങ്കിൽ ബേസിക്കലി നമ്മൾ പ്രോഗ്രാംഡ് ആണ് വയലൻസ് കാണിക്കാൻ. അതാണ് ബയോളജിക്കൽ ഫാക്ടേഴ്സ് പറയുന്നത്. ബൈ നേച്ചർ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലും ഈ ഒരു വയലന്റ് ടെൻഡൻസീസ് അല്ലെങ്കിൽ അഗ്രസീവ് ബിഹേവിയേഴ്സ് കാണിക്കാനുള്ള ടെൻഡൻസീസ് ഉണ്ട്. ആൻഡ് വൺ ഓഫ് ദ ഏർലിയർ സപ്പോർട്ടർ ഓഫ് ദിസ് തിയറി വാസ് സിഗ്മണ്ട് ഫ്രോയിഡ്. സോ സിഗ്മണ്ട് ഫ്രോയിഡ് എന്നുള്ള പേര് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിരിക്കും. സോ അദ്ദേഹത്തിന്റെ സൈക്കോ ഡൈനാമിക് പെർസ്പെക്റ്റീവില് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. എല്ലാ തരത്തിലുള്ള ബിഹേവിയേഴ്സിനെയും അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയും ഒക്കെ ഷേപ്പ് ചെയ്യാൻ അദ്ദേഹം യൂസ് ചെയ്ത ടേം ആണ് ലിബിഡോ ആണ് എനർജി കൊടുക്കുന്ന സൈക്കിക് എനർജീനെ വിളിക്കുന്ന പേരാണ് ലിബിഡോ. സോ രണ്ട് തരത്തിലെ സൈക്കിക് എനർജി ഉണ്ടെന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒരു കോൺസെപ്റ്റ്, ഈറോസും താനറ്റോസും. സോ അതിലെ താനറ്റോസ് എന്ന് പറയുന്നത് ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയും. അതായത് ബൈ ബർത്ത് തന്നെ നമ്മുടെയൊക്കെ ഉള്ളില് ഒരു സെൽഫ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. അപ്പൊ ചിലപ്പോഴൊക്കെ ഈ സെൽഫ് ഡിസ്ട്രക്റ്റീവ് ഇൻസ്റ്റിങ്ക്റ്റ് നമ്മൾ ഔട്ട്വേർഡ് ആയിട്ട് മറ്റു വ്യക്തികളുടെ അടുത്ത് കാണിക്കും. അപ്പോഴാണ് അഗ്രഷൻ ഉണ്ടാകുന്നത്. സോ ഇത് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് തിയറീസ് ആണ്. സോ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോഡൈനാമിക് തിയറി എന്നൊക്കെ പറയുന്നത് ഒരുപാട് പഴയ തിയറിയാണ്. സോ നിങ്ങൾക്ക് ഈ താനറ്റോസെന്നും ഈറോസെന്നും ഒക്കെ പറയുമ്പം കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇതൊക്കെ ഉള്ളതാണോ, നമ്മളുടെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടോ. സോ ഈ ഒരു എംപിരിക്കൽ ലാക്ക് കൊണ്ട് തന്നെ ഈ തിയറി ഒന്നും ഒരുപാട് നാൾ സസ്റ്റെയിൻ ചെയ്തു പോയില്ല. ഇറ്റ് കുഡിൻ സർവൈവ് ദ ടൈം. ഒരുപാട് നാൾ ഇതിങ്ങനെ നിന്നു പോയില്ല. ബിക്കോസ് നമുക്ക് എംപിരിക്കലി ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ കോൺസെപ്റ്റ്സ് അല്ല ഈറോസും താനറ്റോസും ഒക്കെ. പക്ഷെ വൺ ഓഫ് ദ ഏർലിയസ്റ്റ് തിയറീസ് ഓഫ് അഗ്രഷൻ ആണ് ഫ്രോയിഡിന്റെ എന്ന് വെച്ചാൽ ബയോളജിക്കൽ ഫാക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് ആണ് എല്ലാ ഇൻഡിവിജ്വൽസിലും ഇറസ്പെക്റ്റീവ് ഓഫ് ലൈക്ക് ജെൻഡർ ഒരു വാട്ട് എവർ എല്ലാ ഇൻഡിവിജ്വൽസിലും ഉള്ള ഒരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ആണ് താനറ്റോസ്. സോ അതൊരു സെൽഫ് ഡിസ്ട്രക്റ്റീവ് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. സോ അറ്റ് ടൈംസ് ഈ സെൽഫ് ഡിസ്ട്രക്റ്റീവ് ഇൻസ്റ്റിങ്ക്റ്റ് മറ്റുള്ളവരിലേക്ക് ഒരു അഗ്രസീവ് ടെൻഡൻസി ആയിട്ട് മാറാം. അതിനുശേഷം ബയോളജിക്കൽ ഫാക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്ന ഒരു വ്യൂ പോയിന്റ് ആണ് കോൺറാഡ് ലോറൻസിന്റേത്. ആൻഡ് കോൺറാഡ് ലോറൻസ് ഒരു നൊബേൽ പ്രൈസ് വിന്നർ ആണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു കോൺസെപ്റ്റ് ആണ് ഇംപ്രിന്റിങ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഡെവലപ്മെന്റൽ സൈക്കോളജി ഒക്കെ പഠിക്കുമ്പോൾ അതിൽ വരും. ഇംപ്രിന്റിങ് എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നത് കോൺറാഡ് ലോറൻസ് ആണ്. സോ കോൺറാഡ് ലോറൻസിന്റെ വ്യൂ പോയിന്റ് അനുസരിച്ചിട്ട് നമ്മളുടെ ഒക്കെ ഉള്ളിൽ ഒരു ഫൈറ്റിംഗ് ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ടു ബയോളജിക്കലി ഡിറ്റർമൈൻഡ്. അതായത് സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫൈറ്റ് ചെയ്താലേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റിലൊക്കെ പറയുന്ന അതാണല്ലേ. മറ്റുള്ളവരുമായിട്ട് ഫൈറ്റ് ചെയ്താൽ മാത്രമേ മറ്റുള്ളവരെക്കാളും മുകളിൽ നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ പലപ്പോഴും ഫൈറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. സോ ഈ കോൺറാഡ് ലോറൻസിന്റെ കോൺസെപ്റ്റിന്റെ പേരാണ് ഫൈറ്റിംഗ് ഇൻസ്റ്റിങ്ക്റ്റ്. സോ ഈ ഫൈറ്റിംഗ് ഇൻസ്റ്റിങ്ക്റ്റ് നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾക്കൊരു ത്രെട്ട് വരുന്നു എന്നൊരു ഫീല് വരുമ്പോഴേ നമ്മൾ അഗ്രസീവ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. സോ ഈ കോൺറാഡ് ലോറൻസിന്റെ കോൺസെപ്റ്റും സിഗ്മണ്ട് ഫ്രോയിഡിന്റെ കോൺസെപ്റ്റും പറയുന്നത് ബയോളജിക്കൽ ഫാക്ടേഴ്സ് ആണ് ഹ്യൂമൻ അഗ്രഷനെ ഷേപ്പ് ചെയ്യുന്നത്. സോ കുറെ നാള് വരെ ഈ ഒരു വ്യൂ പോയിന്റ് വൈഡ്ലി അക്സെപ്റ്റഡ് ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വന്ന ചില എന്താ പറയാ വാലിഡ് പോയിന്റ്സ് എന്തൊക്കെയാന്ന് വെച്ചാല്, ഇഫ് ദിസ് ഹ്യൂമൻ അഗ്രഷൻ ഈസ് ബയോളജിക്കലി പ്രോഗ്രാംഡ്, എല്ലാവരുടെയും അഗ്രസീവ് ബിഹേവിയേഴ്സ് ഓൾമോസ്റ്റ് ഒരുപോലെ ആയിരിക്കണം. ബയോളജിക്കലി എല്ലാവരും പ്രോഗ്രാംഡ് ആണ് അഗ്രഷൻ കാണിക്കാനെങ്കിൽ
അഗ്രസീവ് ബിഹേവിയേഴ്സ് ഒരുപോലെ ആയിരിക്കണം. പക്ഷെ നമുക്ക് പല രീതിയിലുള്ള അഗ്രസീവ് ബിഹേവിയേഴ്സ് കാണിക്കാം. അതായത് ചിലർ ഒരു ഫിസിക്കൽ ആക്ട് ആയിരിക്കും കാണിക്കുന്നത്, മറ്റൊരാളെ അടിക്കുക അല്ലെങ്കിൽ എന്താ പറയുക ഉപദ്രവം ഏൽപ്പിക്കുന്ന തരത്തിൽ ബ്രൂട്ടൽ ആയിട്ടുള്ള ആക്ട്സ്. ചിലര് മറ്റുള്ളവരോടുള്ള അഗ്രഷൻ കാണിക്കുന്നത് അയാൾക്ക് എഗെയിൻസ്റ്റ് മാക്സിമം റൂമേഴ്സ് സ്പ്രെഡ് ചെയ്ത് അയാളെ തകർക്കാനായിട്ടുള്ള അങ്ങനത്തെ ഒരു മലീഷ്യസ് ഇന്റന്റ് ഒക്കെ വെച്ചുകൊണ്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുക. അപ്പൊ പല രീതിയിൽ അഗ്രഷൻ കാണിക്കാറുണ്ട്. അഗ്രസീവ് ബിഹേവിയേഴ്സിന്റെ റേഞ്ച് വലുതാണ്. സോ ബയോളജിക്കലി ഡിറ്റർമൈൻഡ് ആണ് അഗ്രഷൻ എങ്കിൽ ഇത്ര റേഞ്ച് ഓഫ് ബിഹേവിയേഴ്സ് വരില്ല. ഇനി സെക്കൻഡ് തിങ്, നമ്മൾ ഹ്യൂമൻ റേസിനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഗ്രൂപ്പ് ഓഫ് പീപ്പിളും ഒരുപോലെ ആയിരിക്കത്തില്ല അഗ്രഷൻ കാണിക്കുന്നത്. ചില ഗ്രൂപ്പ് അധികം അഗ്രഷൻ കാണിക്കാത്തവർ കാണും, ചില ഗ്രൂപ്പ്സ് ഒരുപാട് അഗ്രസീവ് ബിഹേവിയേഴ്സ് കാണിക്കുന്നത് കാണും. സോ ഇങ്ങനത്തെ ഒരു ഡിഫറൻസ് അഗ്രസീവ് ബിഹേവിയറിലെ ഫോമിലും ആ ഒരു കാണിക്കുന്ന ആ ഒരു ഇന്റൻസിറ്റിയിലെയും ഒക്കെ ഡിഫറൻസ് ബയോളജിക്കൽ ഫാക്ടേഴ്സിൽ ഉപരി മറ്റെന്തൊക്കെയോ ഫാക്ടേഴ്സ് ആണ് അഗ്രഷനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ള കൺക്ലൂഷനിൽ എത്തിച്ചു. സോ ബേസ്ഡ് ഓൺ ദാറ്റ് മറ്റു ചില തിയറീസും ഡെവലപ്പ് ആയിട്ടുണ്ട്. സോ അതിലെ നെക്സ്റ്റ് ഒരു തിയറിയാണ് ഡ്രൈവ് തിയറി. സോ ഡ്രൈവ് തിയറി നമ്മൾ മോട്ടിവേഷനിലും പഠിക്കുന്നുണ്ട്. ഡ്രൈവ് തിയറീസിനെ പുഷ് തിയറീസ് എന്നും പറയും. പുഷിങ്, അതായത് എക്സ്റ്റേണലി ഉള്ള എന്തെങ്കിലും ഒരു ഫാക്ടർ ആയിരിക്കും നമ്മളെ പുഷ് ചെയ്യുന്നത്. സോ ഇൻ കേസ് ഓഫ് അഗ്രഷൻ ഓൾസോ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ കണ്ടീഷൻ ആയിരിക്കും നമ്മളുടെ ഉള്ളിലെ ഒരു മോട്ടീവിനെ അറോസ് ചെയ്യുന്നത് ഹാം ചെയ്യാനായിട്ട്. ആൻഡ് ഡ്രൈവ് തിയറിയിലെ ഏറ്റവും ഫേമസ് തിയറിയാണ് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തസിസ്. ആൻഡ് ദിസ് വാസ് പുട്ട് ഫോർവേഡ് ബൈ ഡൊളാർഡ്. സോ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തസിസ്, ആ പേര് തന്നെ ഉണ്ട്, ഫ്രസ്ട്രേഷൻ ലീഡ്സ് ടു അഗ്രഷൻ. അതാണ് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തസിസ് പറയുന്നത്. സോ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ കണ്ടീഷൻ ആണ്. സോ എക്സ്റ്റേണലി ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ കാരണം നമ്മുടെ ഒരു ഡ്രൈവ് അറോസ് ആകുകയും ഈ ഡ്രൈവ് കാരണം നമ്മളൊരു ഓവേർട്ട് അഗ്രഷനിലേക്ക് പോകുകയും ചെയ്യും. സോ യൂഷ്വലി ഈ ഓവേർട്ട് അഗ്രഷൻ ലീഡ് ചെയ്യുന്നത് എന്ത് കാരണമാണോ, എന്ത് ഒബ്ജക്റ്റോ എന്ത് വ്യക്തിയോ കാരണമാണോ നമുക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടായിരിക്കുന്നത്, ആ ഒബ്ജക്റ്റിനോ വ്യക്തിനോ ഹാം ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മുടെ അഗ്രഷൻ ഡയറക്റ്റഡ് ആവുന്നത്. സോ ടുവേർഡ്സ് ദ കോസ് ഓഫ് ദ ഫ്രസ്ട്രേഷൻ. സോ ഇത് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് തിയറീസ് ആണ്. പക്ഷേ ഈ തിയറീസിനും ഒരുപാട് ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. അതിലെ ഫസ്റ്റ് ഓഫ് ഓൾ പലപ്പോഴും ഫ്രസ്ട്രേഷൻ മാത്രമല്ല അഗ്രഷനെ ലീഡ് ചെയ്യുന്നേ എന്നുള്ളതായിരുന്നു ഒന്നാമതായിട്ട് വന്ന ഒരു ന്യൂനത. ബിക്കോസ് ഈ തിയറിയുടെ മെയിൻ ഫോക്കസ്, സോൾ ഫോക്കസ് എന്ന് പറയുന്ന ഫ്രസ്ട്രേഷൻ മാത്രമാണ്. ബട്ട് ദർ ക്യാൻ ബി എ ലോട്ട് ഓഫ് അതർ ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ ലീഡ് ടു അഗ്രഷൻ. അതുകൊണ്ട് തന്നെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തിയറീസ് ഉണ്ടായി. പക്ഷെ സ്റ്റിൽ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തസിസ് ഇപ്പോഴും വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ട് കാണാറുണ്ട്. സോ ഈ പേര് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും, ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തസിസ്. അതാരാണ് കൊണ്ടുവന്നത്, ഈ ഒരു ടെർമിനോളജി ഓർത്തിരിക്കുക. ഇനിയും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന എന്ന് വെച്ചാല് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തസിസിനേക്കാളും കൂടുതൽ ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്തുകൊണ്ട് വന്ന ഒരു തിയറിയാണ് ജനറ്റിക് അഫക്റ്റീവ് അഗ്രഷൻ മോഡൽ, ജാം എന്ന് പറയും, GAAM. സോ അത് അബ്രിവേഷൻ തന്നിട്ട് ഇത് എന്താണ്, ഇത് അല്ലെങ്കിൽ ഏത് തിയറിയുടെ എക്സ്പാൻഷൻ ആണെന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. സോ ഈ തിയറി പ്രപ്പോസ് ചെയ്തത് ആൻഡേഴ്സൺ ആണ്. സോ ജനറ്റിക് അഫക്റ്റീവ് അഗ്രഷൻ മോഡലിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഒരു സിംഗിൾ ഫാക്ടറിനെ അല്ല അഗ്രഷന്റെ റീസൺ ആയിട്ട് കാണുന്നത്. ഇറ്റ് കൺസിഡേഴ്സ് എ റേഞ്ച് ഓഫ് ഫാക്ടേഴ്സ്. സോ അക്കോർഡിംഗ് ടു ദിസ് മോഡൽ അഗ്രഷനെ ട്രിഗർ ചെയ്യുന്നത് ഒരുപാട് ഇൻപുട്ട് വേരിയബിൾസ് ഉണ്ട്. സോ ഈ ഇൻപുട്ട് വേരിയബിൾസ് ഇറ്റ് ക്യാൻ ബി സിറ്റുവേഷണൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ. ഇപ്പൊ സിറ്റുവേഷണൽ വേരിയബിൾസ് എന്ന് പറഞ്ഞാല് ആരെങ്കിലും നമ്മളെ ഒന്ന് ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നു, ഇപ്പൊ ഒന്നെങ്കിൽ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളെ ഫിസിക്കലി ഹാം ചെയ്യാൻ വരുന്നു, ഇതൊരു സിറ്റുവേഷണൽ ഇൻപുട്ട് വേരിയബിളാണ്. അല്ലെങ്കിൽ മറ്റുള്ളവർ അഗ്രസീവ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന നമ്മൾ കാണുന്നു. ഇപ്പൊ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം, കുറെ ആളുകൾ ചേർന്ന് ഒരാളെ തല്ലുന്നത് കാണുന്നു എന്ന് വിചാരിക്കുക. ഈ ആൾക്കൂട്ടത്തില് പിന്നെയും പിന്നെ ആളുകൾ കൂടിയിട്ട് അടിക്കുകയായിരിക്കും. പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അറിയില്ല എന്തിനാ അടിക്കുന്നതെന്ന്. കുറെ പേര് അടിക്കുന്ന കണ്ടു, ആ കൂട്ടത്തിൽ അവരും കയറി അടിച്ചു. അങ്ങനത്തെ ഒരുപാട് ഇൻസിഡൻസ് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. സോ ഇത് കാണിക്കുന്ന എന്താ, ഒരു അഗ്രസീവ് മോഡലിനോട് നമ്മൾ എക്സ്പോസ്ഡ് ആകുമ്പോൾ നമ്മൾക്കും അറിയാതെ ഒരു ടെൻഡൻസി വരും അഗ്രഷനിലേക്ക് പോകാനായിട്ട്. പിന്നെ മറ്റ് വെപ്പൺസ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന സിറ്റുവേഷണൽ ആയിട്ടുള്ള എന്ത് ഫാക്ടേഴ്സും ഇൻപുട്ട് വേരിയബിൾസ് ആണ്. ഇത് സിറ്റുവേഷനിൽ വരുന്ന ഇൻപുട്ട് വേരിയബിൾസ്. ഇത് കൂടാതെ ഇൻപുട്ട് വേരിയബിൾസ് ഇൻഡിവിജ്വൽ ലെവലിലും വരാം. അതായത് ഒരു വ്യക്തിയുടെ ചില ബേസിക് ട്രേറ്റ്സ് ഉണ്ട്. ചിലർ ഹൈലി ഇറിറ്റബിൾ ആയിരിക്കും, വളരെ ചെറിയൊരു ഫാക്ടർ മതി ഇറിറ്റേറ്റഡ് ആകാനായിട്ട്. പിന്നെ അതുകൂടാതെ നമ്മൾക്ക്
ഒരു അഗ്രസീവ് സിറ്റുവേഷനെ ഫേസ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ടെന്നുള്ള നമ്മുടെ വിശ്വാസം. ഇപ്പൊ നമുക്കറിയാം എങ്ങനെ ഒരു ഫിസിക്കൽ ഫൈറ്റിൽ ഇൻവോൾവ് ആകണം, നമുക്ക് അതിനുള്ള സ്കില്ലുണ്ട്. ആരെങ്കിലും നമ്മളെ ഉപദ്രവിച്ച് ഡിഫെൻഡ് ചെയ്യാനുള്ള സ്കില്ലുണ്ട്. അപ്പൊ ഇതെല്ലാം ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ്. ഇനി മൂന്നാമതൊരു വരുന്നത് നമ്മൾ എങ്ങനെ വയലൻസിനെ കാണുന്നു. ചിലര് വളരെ ചെറിയ കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് റെസ്പോണ്ട് ചെയ്യുന്നതിന് ഹീറോയിസമായിട്ട് കാണുന്നവരുണ്ട്. അതായത് വയലൻസിനെ ഒക്കെ വളരെ ഗ്ലോറിഫൈ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു ഇൻപുട്ട് വേരിയബിൾ ആണ്, അത് പേഴ്സണാലിറ്റിയിലെ ഇൻപുട്ട് വേരിയബിൾ ആണ്. സോ ഞാൻ ഈ പറഞ്ഞ സിറ്റുവേഷണൽ ഫാക്ടേഴ്സും ഇൻഡിവിജ്വൽ ഡിഫറൻസസുമാണ് ഇൻപുട്ട് വേരിയബിൾസ്. സോ ഈ പറയുന്ന ഇൻപുട്ട് വേരിയബിൾസ് ഈ ഈ അറോസലിനെയും അഫക്റ്റീവ് സ്റ്റേജിനെയും കോഗ്നിഷനെയും ഇമ്പാക്ട് ചെയ്യും. എന്നിട്ട് ഈ ഒരു ഇമ്പാക്റ്റ് ആണ് അഗ്രഷനിലേക്ക് ലീഡ് ചെയ്യുന്നത്. സോ നമ്മുടെ ഇൻപുട്ട് വേരിയബിൾസ് ആയിട്ടുള്ള സിറ്റുവേഷണൽ വേരിയബിൾസും ഇൻഡിവിജ്വൽ ഡിഫറൻസസും കാരണം നമ്മൾ ചിലപ്പം ഫിസിയോളജിക്കലി അറോസ്ഡ് ആകും. അതായത് നമുക്കൊരു സിറ്റുവേഷൻ കണ്ടു, നമ്മൾ അതിനെ ആ സിറ്റുവേഷൻ നമുക്ക് പ്രൊവോക്കേറ്റിംഗ് ആണ്, ഫ്രസ്ട്രേറ്റിംഗ് ആകുമ്പോൾ നമ്മൾ അറിയാതെ ഫിസിയോളജിക്കലി അറോസ്ഡ് ആകും. പിന്നെ അത് അഫക്റ്റീവ് സ്റ്റേജിനെയും അറോസ് ചെയ്യിക്കും. അഫക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇമോഷണൽ സ്റ്റേറ്റ്. നമ്മൾ എന്താ പറയാ ആങ്കർ പെർസീവ് ചെയ്യും, നമ്മൾ അറിയാതെ നമ്മളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് അങ്ങനെ മാറുകയും. പിന്നെ കോഗ്നിഷൻ, നമ്മുടെ തോട്ട്സും ആ ഒരു രീതിയിലേക്ക് പോകും. സോ ഇൻപുട്ട് വേരിയബിൾസ് ഈ പറയുന്ന 3 സ്റ്റേജസിനെയും ഇമ്പാക്ട് ചെയ്തിട്ട് വി ടെൻ ടു ബിഹേവ് അഗ്രസീവ്ലി. സോ അഗ്രസീവ് ആയിട്ട് ബിഹേവ് ചെയ്യുവോ ഇല്ലയോ എന്നുള്ളത് ഒരു ഫാക്ടറിനെ കൂടെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കും, ആ കറന്റ് സിറ്റുവേഷന്റെ പെർസെപ്ഷനും. നമ്മൾ എങ്ങനെയാണ് ആ കറന്റ് സിറ്റുവേഷനെ പെർസീവ് ചെയ്യുന്നതും അവിടെ റീസ്ട്രെയിനിങ് ഫാക്ടേഴ്സ് വേറെ എന്തെങ്കിലും ഉണ്ടോ. ഇപ്പൊ സപ്പോസ് ഇൻപുട്ട് വേരിയബിൾസ് നമുക്ക് അഗ്രഷൻ ആണ് ഉണ്ടാക്കിയത്, അത് നമ്മളെ അറോസ് ചെയ്തു, നമ്മളെ ഇമോഷണലിയും എന്താ പറയാ നമ്മളുടെ ആങ്കർ എന്ന ഇമോഷനെ ഹൈറ്റൻ ചെയ്തു. പക്ഷെ ആ സമയത്ത് അവിടെ പോലീസ് ഉണ്ടെങ്കിൽ ഒരു പക്ഷെ നമ്മൾ അഗ്രസീവ്ലി ബിഹേവ് ചെയ്തു എന്ന് വരത്തില്ല. സോ ഈ ഒരു മോഡലിന്റെ പ്രത്യേകത ശ്രദ്ധിച്ചാൽ അറിയാം, ഒരുപാട് ഫാക്ടേഴ്സിനെ അവർ കൺസിഡർ ചെയ്യുന്നുണ്ട് വെൻ ഡിസ്കസിങ് ദ കോസ് ഓഫ് അഗ്രഷൻ. സോ അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടെ ഒരു ഇഫക്റ്റീവ് മോഡലായിട്ട് പറയപ്പെടാറുണ്ട് കമ്പയർ ടു ഡ്രൈവ് തിയറീസ് ആൻഡ് ബയോളജിക്കൽ ഫാക്ടേഴ്സ്. സോ സോ നെക്സ്റ്റ് സ്ലൈഡിൽ ഞാനൊരു അഗ്രഷൻ മെഷീൻ ആണ് കാണിച്ചിരിക്കുന്നത്. സോ ഏർലിയർ ടൈമിൽ അഗ്രഷൻ, നമ്മളിപ്പം ഏതൊരു ഫിനോമിനൻ എടുത്താലും അതിനെ പഠിക്കാൻ വേണ്ടി ദർ ഷുഡ് ബി സം മെത്തേഡ്. സോ ഏർലിയർ ടൈമിൽ ചെയ്തുകൊണ്ടിരുന്നത് ആളുകളുടെ അഗ്രസീവ് ബിഹേവിയറിനെ അസസ് ചെയ്യാനായിട്ട് ഇമാജിനറി സിറ്റുവേഷൻസ് കൊടുക്കും, എന്നിട്ട് എങ്ങനെയാണ് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് ചോദിക്കും. പക്ഷെ ഈ ഒരു പ്രോസസ്സിൽ വരുന്ന പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ, സിറ്റുവേഷൻ ഇമാജിനറി ആകുമ്പം എക്സാക്ട്ലി അത് നമ്മളെ അറോസ് ചെയ്യിക്കണം എന്നില്ല. നമ്മളുടെ എന്താ പറയാ ഇമോഷണൽ സ്റ്റേറ്റിനെയോ കോഗ്നേറ്റീവ് സ്റ്റേറ്റിനെയോ എക്സാക്ട്ലി അത് അറോസലിലേക്ക് എത്തിക്കണം എന്നില്ല. ആൻഡ് മോർ ഓവർ കൊടുക്കുന്ന റെസ്പോൺസസ് ചിലപ്പം കുറച്ചുകൂടെ എന്താ പറയാ പോസിറ്റീവ് റെസ്പോൺസ് കൊടുക്കണം എന്നുള്ള വിചാരത്തിൽ ആളുകൾ ഫോൾസ് ആയിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കാം. സോ അതുകൊണ്ട് തന്നെ അഗ്രഷൻ പ്രോപ്പർലി പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അർണോൾഡ് ബസ് ആണ് ഈ ഒരു അഗ്രസീവ് മെഷീൻ ഇൻവെന്റ് ചെയ്തത്. ഈ ഒരു അഗ്രഷൻ മെഷീനിലൂടെ ലബോറട്ടറി കണ്ടീഷൻസിൽ, അണ്ടർ സേഫ് ലബോറട്ടറി കണ്ടീഷൻസിൽ അഗ്രഷനെ മെഷർ ചെയ്യാനുള്ള ഒരു മെഷീനാണ്. സോ ഇതിലൂടെ ഷോക്ക് കൊടുക്കാൻ പറ്റും, അങ്ങനത്തെ ഒരു മെഷീനാണ്. സോ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് അഗ്രഷൻ മെഷീൻ അതാരാ ഇൻവെന്റ് ചെയ്തതെന്ന് ഒന്ന് ഓർത്തിരിക്കുക. അഗ്രഷനെ ലബോറട്ടറി സെറ്റിംഗ്സിൽ സേഫ് ആയിട്ട് പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്ത് വളരെ പണ്ട് യൂസ് ചെയ്തിരുന്ന ഒരു അപ്പാരറ്റസ് ആണ് അഗ്രഷൻ മെഷീൻ. പക്ഷെ ഇപ്പം എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ആ ഒരു ഇത് ഉള്ളത് കൊണ്ട് പലപ്പോഴും ഇത്തരം മെഷീൻസ് ഇപ്പം നമുക്ക് ലബോറട്ടറി കണ്ടീഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റാറില്ല. സോ ഇതിനെ ബേസ് ചെയ്തുള്ള റിസർച്ച് നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും, എങ്ങനെയായിരുന്നു ബസ് ഈ മെഷീൻ യൂസ് ചെയ്ത് അഗ്രഷൻ പഠിച്ചിരുന്നെന്നുള്ളത്. മെറ്റീരിയൽസ് ഈസിലി അവൈലബിൾ ആണ് വായിക്കാനായിട്ട്. ഇനി നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ അഗ്രഷന്റെ തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് കണ്ടു. ഇനി ഇത് കൂടാതെ അഗ്രഷനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ കൊണ്ടാണ് ഒരു വ്യക്തി അഗ്രസീവ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. സോ നമുക്ക് ബ്രോഡ്ലി അഗ്രഷനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: സോഷ്യൽ ഡിറ്റർമിനൻസ്, പേഴ്സണൽ ഡിറ്റർമിനൻസ് ആൻഡ് സിറ്റുവേഷണൽ ഡിറ്റർമിനൻസ്. ഇത് ഓരോന്നിനകത്തും ഒരുപാട് ഫാക്ടേഴ്സ് വരും. സോ ആദ്യത്തെ ഡിറ്റർമിനന്റ് ആണ് സോഷ്യൽ ഡിറ്റർമിനന്റ്. സോ സോഷ്യൽ ഡിറ്റർമിനന്റിൽ ബേസിക്കലി നമ്മൾ പറയുന്നത് മറ്റുള്ളവരുടെ ബിഹേവിയർ കാരണം ഉണ്ടാകാവുന്ന കോസസ് ഓഫ് അഗ്രഷൻ ആണ് സോഷ്യൽ ഡിറ്റർമിനൻസിൽ നമ്മൾ പറയുന്നത്. സോ ഇതിലെ ഒന്നാമത്തെ ഫാക്ടർ ആണ് ഫ്രസ്ട്രേഷൻ. സോ എനിക്ക് തോന്നുന്നു വളരെ ഫെമിലിയർ ആണ്, നമ്മൾക്കൊക്കെ നമ്മൾ പറയാറുണ്ട് ഐ എം ഹൈലി ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുമ്പോൾ അഗ്രഷൻ ഉണ്ടാകും. സോ എപ്പോഴാണ് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആകുന്നത്?
അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുമ്പം ഒന്നെങ്കിൽ ആ ഗോൾ എത്തുന്നതിൽ നിന്ന് നമ്മളെ ആരെങ്കിലും പ്രിവെന്റ് ചെയ്യുമോ, അല്ലെങ്കിൽ നമ്മുടെ പാത്ത് ആരെങ്കിലും ബ്ലോക്ക് ചെയ്യുമ്പോഴോ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണ് ഫ്രസ്ട്രേഷൻ. ഇപ്പൊ ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം പഠിക്കുന്നു എക്സാമിന് വേണ്ടി, നമ്മൾക്ക് ശരിക്കും ആഗ്രഹമുണ്ട് അവിടെ ക്രാക്ക് ചെയ്യണം, എക്സാം ക്രാക്ക് ചെയ്യണം എന്നും ലിസ്റ്റിലേക്ക് വരണം എന്നും ഒക്കെ ആഗ്രഹമുണ്ട്. നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പം ഒരുപാട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാണും ബ്ലോക്ക് ചെയ്യാൻ. ഒന്നെങ്കിൽ നമ്മുടെ ജോബിന്റെ പ്രഷർ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന പ്രഷർ, നമ്മൾ വിചാരിക്കുന്ന സമയത്ത് പഠിക്കാൻ പറ്റുന്നില്ല. ഇതിങ്ങനെ കൂടുമ്പം ഫ്രസ്ട്രേഷൻ ബിൽഡപ്പ് ആകും. സോ അത് കാരണം ചിലപ്പം ആരാണോ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്നത് അവരിലേക്ക് നമ്മൾ അറിയാതെ ചിലപ്പോൾ അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യാം. ഇപ്പൊ നമ്മൾ പഠിക്കാൻ ഇരിക്കുമ്പോഴെല്ലാം ഇപ്പൊ നമ്മുടെ കുട്ടി വന്ന് നമ്മളെ ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ കുട്ടിയോട് ദേഷ്യപ്പെട്ടു എന്നിരിക്കും. സോ അവിടെ ഫ്രസ്ട്രേഷൻ ആണ് അഗ്രഷന്റെ ഒരു കാരണമാകുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഡയറക്റ്റ് പ്രൊവോക്കേഷൻ. അതും വളരെ സിമ്പിൾ ആണ്. നമ്മളോട് ആരെങ്കിലും പ്രൊവോക്കിംഗ് ആയിട്ട് സംസാരിച്ചാൽ, സോ പ്രൊവോക്കിംഗ് എന്ന് പറയുന്നത് വെർബലും ആകാം ഫിസിക്കലും ആകാം. സോ വെർബൽ പ്രൊവോക്കേഷൻ, ഇൻസൾട്ടിങ് ആയിട്ട് എന്തെങ്കിലും പറയുക, അല്ലെങ്കിൽ ഫിസിക്കൽ പ്രൊവോക്കേഷൻ, ആരെങ്കിലും ഫിസിക്കൽ ഹാം ചെയ്യാനായിട്ട് അടിക്കാനായിട്ട് വരുന്നു അല്ലെങ്കിൽ അടിക്കുന്നു, ഇതൊക്കെ ഡയറക്റ്റ് പ്രൊവോക്കേഷൻ ആണ്. സോ ഡയറക്റ്റ് പ്രൊവോക്കേഷൻ ഈസ് അനദർ ഡിറ്റർമിനന്റ് ഓഫ് അഗ്രഷൻ. പ്രൊവോക്കേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഫോർ ഷുവർ ആണ് നമ്മൾ അഗ്രഷൻ കാണിക്കും എന്നുള്ളത്. ഇനി മൂന്നാമത്തെയാണ് ഡിസ്പ്ലേസ്ഡ് അഗ്രഷൻ. സോ ഡിസ്പ്ലേസ്ഡ് അഗ്രഷൻ ആ പേരിൽ തന്നെ ഉണ്ട്, ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള അഗ്രഷൻ. അതായത് പ്രൊവോക്കേഷൻ ഉണ്ടാകും, പക്ഷെ ആ സ്ട്രോങ് പ്രൊവോക്കേഷൻ ഉണ്ടായ ആ ഒരു ഒറിജിനോടല്ലാതെ മറ്റാരോടെങ്കിലും ആയിരിക്കും നമ്മൾ അഗ്രഷൻ ഡിസ്പ്ലേസ് ചെയ്യുന്നത്. ഇപ്പൊ വേറെ ആരോടെങ്കിലും ഉള്ള ദേഷ്യം നമ്മൾ വീട്ടിൽ വന്ന് തീർക്കുന്നത്, ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ ഡിസ്പ്ലേസ്ഡ് അഗ്രഷൻ. സോ മറ്റെന്തെങ്കിലും ഫാക്ടേഴ്സ് കൊണ്ട് പ്രൊവോക്ഡ് ആയിരിക്കും, മറ്റെന്തെങ്കിലും വേറെ ഏതെങ്കിലും ഇൻഡിവിജ്വൽസ് കൊണ്ട്. പക്ഷെ ആ ഇൻഡിവിജ്വൽസിനോട് നമുക്ക് അഗ്രഷൻ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് പലപ്പോഴും നമ്മള് വേറെ ഏതെങ്കിലും ഒരു സോഴ്സിനോട്, വേറെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനോട് നമ്മളുടെ അഗ്രഷനെ ഡിസ്പ്ലേസ് ചെയ്യും. ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്ഡ് അഗ്രഷൻ. ഇനി ഡിസ്പ്ലേസ്ഡ് അഗ്രഷനിൽ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫൈൻഡിങ് ഉണ്ട്, നമുക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മളുടെ ഒരു സ്റ്റേറ്റ് ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ എങ്ങനെ അഗ്രഷനെ കാണിക്കും എന്നുള്ളത്. നമ്മൾ അധികം ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള മൂഡിൽ അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് കിട്ടിയ ഒരു എൻവയോൺമെന്റൽ ഇൻപുട്സ് കാരണം നമ്മൾ ഹൈലി ഇറിറ്റേറ്റഡ് ആണെങ്കിൽ നമ്മൾ കാണിക്കുന്ന അഗ്രഷനും കൂടും. വളരെ ചെറിയ പ്രൊവോക്കേഷൻ വന്നാലും നമ്മൾ ഹൈലി അഗ്രസീവ് ആയിട്ട് ബിഹേവ് ചെയ്യാം. അതേസമയം നമ്മൾ വളരെ കാം ആൻഡ് റിലാക്സ്ഡ് ആണ്, നമുക്ക് വലിയ എന്താ പറയാ എൻവയോൺമെന്റൽ ഇൻപുട്സ് അത്ര സ്ട്രെസ്ഫുൾ അല്ലെങ്കിൽ പ്രൊവോക്കേഷൻ ഉണ്ടായാലും ചിലപ്പോൾ നമ്മൾ മൈൽഡ് ആയിട്ട് റിയാക്ട് ചെയ്യുള്ളൂ. സോ അത് സോഷ്യൽ ഡിറ്റർമിനൻസിൽ വരുന്നതാണ്. നെക്സ്റ്റ് വൺ എക്സ്പോഷർ ടു മീഡിയ വയലൻസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മീഡിയ വയലൻസിനോട് നമ്മൾ എക്സ്പോസ്ഡ് ആകുന്നത് അഗ്രഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. സോ കണ്ടിന്യൂസ്ലി വയലന്റ് ആയിട്ടുള്ള മൂവീസ് കാണുക, അല്ലെങ്കിൽ വയലന്റ് ആക്ട്സിനെ ഒക്കെ പോർട്രേ ചെയ്യുന്നത്, ഇപ്പം ഒരുപാട് വിഷ്വൽസ് ഒക്കെ വളരെ റിയൽ ആയിട്ടാണ് ഇത്തരം വയലൻസ് കാണിക്കുന്നത്. സോ അതുകൊണ്ട് നമ്മൾ പറയും കൊച്ചു കുട്ടികളെ ഒരുപാട് വയലൻസ് വരുന്ന വീഡിയോസോ ഈവൻ കാർട്ടൂൺസ് പോലും കാണിക്കരുതെന്ന് പറയും. ബിക്കോസ് എന്താ പറയാ അങ്ങനെ വരുന്നുണ്ടേ ഈ ഒരു എക്സ്പോഷർ കാണും, കണ്ടിന്യൂസ് എക്സ്പോഷർ കാണും. ഒന്ന് അവിടെ മോഡലിംഗ് വരാം, നമ്മൾ അതിനെ അങ്ങനെ തന്നെ അങ്ങനെ എന്താ പറയാ വയലൻസിനെ നമ്മൾ അങ്ങനെ തന്നെ മോഡൽ ചെയ്ത് കാണിക്കും. പിന്നെ വേറൊരു റിസ്ക് വരുന്നത് ഡീസെൻസിറ്റൈസേഷൻ നടക്കും. അതായത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ വയലന്റ് കണ്ടന്റിനോട് നമ്മൾ എക്സ്പോസ് ആകുന്ന വരുന്ന പ്രശ്നം, നമ്മൾ ഫസ്റ്റ് ടൈം ഒരു വയലന്റ് കണ്ടന്റ് കാണുന്ന ഉടനെ ഉണ്ടാകുന്ന ഒരു ഫീൽ ആവില്ല നമ്മൾ നെക്സ്റ്റ് ടൈം കാണുമ്പോൾ. നമ്മൾ അത് ഡീസെൻസിറ്റൈസ്ഡ് ആകും, നമ്മൾ അത് ഓക്കെ ആയി വരും. അതുകൊണ്ടാണ് ഒരുപാട് എക്സ്പോസ്ഡ് ആകുമ്പോൾ ഉള്ള പ്രശ്നം. സോ ഇപ്പൊ നമുക്കാണെങ്കിൽ വാട്സപ്പിലും എഫ് ബിയിലും ഒക്കെ ആണെങ്കിലും ഒരുപാട് ഇങ്ങനത്തെ ഒരു ബ്രൂട്ടൽ ആക്ട്സിന്റെ ഒക്കെ ഒരുപാട് വീഡിയോസ് ഒക്കെ സർക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ്, എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്തത് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന വീഡിയോസ് അത് കണ്ടിട്ട് ഷെയർ ചെയ്യാൻ? അവിടെ ശരിക്കും ഒരു ഡീസെൻസിറ്റൈസേഷനാണ് നടക്കുന്നത്. കണ്ട് 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 നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ വലിയ പ്രശ്നമല്ലാണ്ട് തോന്നും. സോ ഒരുപാട് എക്സ്പോസ്ഡ് ആകുന്നത് ഇറ്റ് ക്യാൻ ലീഡ് ടു അഗ്രഷൻ. ഇനി നെക്സ്റ്റ് ഒരു ഫാക്ടർ ആണ് ഹൈറ്റൻഡ് അറോസൽ. സോ ഹൈറ്റൻഡ് അറോസൽ അതായത് നമ്മൾ അറോസ്ഡ് ആയിരിക്കുന്നത്, ഫിസിയോളജിക്കലി നമുക്ക് അറോസൽ ഉണ്ടാകും. ഈ അറോസൽ എന്ത് റീസൺ കൊണ്ടും ആകാം. സോ നമുക്കുണ്ടാകുന്ന ഫിസിയോളജിക്കൽ അറോസൽ പലപ്പോഴും ഒരു സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന അറോസല് പിന്നീട് വേറൊരു സിറ്റുവേഷനിൽ ഒരു അഗ്രസീവ് ആയിട്ട് ബിഹേവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകാം. ഈ ഒരു ഹൈറ്റൻഡ് അറോസലിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ് എക്സൈറ്റേഷൻ ട്രാൻസ്ഫർ തിയറി.
സോ എക്സൈറ്റേഷൻ ട്രാൻസ്ഫർ തിയറിയിൽ പറയുന്നത് നമ്മൾക്കുണ്ടായ എക്സൈറ്റേഷൻ മറ്റൊരു സിറ്റുവേഷനിലേക്ക് ട്രാൻസ്ഫർ ആയി പോകുന്നു. ആ നെയിമിൽ തന്നെ ഉണ്ട് അതിന്റെ കോൺസെപ്റ്റ്. സോ ഇത് മനസ്സിലാവാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നിങ്ങൾ ബാങ്കിലേക്ക് പോവാന്ന് വിചാരിക്കാം നിങ്ങളുടെ ടൂ വീലറിൽ. നിങ്ങൾ പോകുന്ന സമയത്ത് ഒരു കാറ് വന്ന് പെട്ടെന്ന് റോങ് സൈഡിൽ വന്ന് ക്രോസ് ചെയ്തു. സോ ജസ്റ്റ് മിസ്സായിരുന്നു ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നതിൽ നിന്ന്. ഒബ്വിയസ്ലി ഇതൊരു അറോസിങ് സിറ്റുവേഷൻ അല്ലേ? നമ്മൾ ഫിസിയോളജിക്കലി അറോസ്ഡ് ആകും. അപ്പൊ അതിനുശേഷം നിങ്ങൾ ബാങ്കിൽ എത്തുന്ന ഉടനെ ഇപ്പൊ പലപ്പോഴും ഇങ്ങനത്തെ ഒരു അറോസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിങ്ങനെ കുറച്ച് അതിന്റെ റെസിഡ്യൂ ഇങ്ങനെ പേഴ്സിസ്റ്റ് ചെയ്യും. പെട്ടെന്ന് അതങ്ങോട്ട് പോയി എന്ന് വരത്തില്ല. സോ ഇത് കഴിഞ്ഞ് നിങ്ങൾ ബാങ്കിൽ എത്തുന്നുണ്ടെ ബാങ്കിൽ നല്ല ക്യൂ ആണ്. നിങ്ങളുടെ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ആൾക്ക് ക്യാഷ് കൗണ്ടറിൽ എന്തൊക്കെയോ കൺഫ്യൂഷൻസ് ഉണ്ട്. അയാൾ ഒരുപാട് സമയം എടുക്കുന്നു. ഈ സമയത്ത് ചിലപ്പോൾ നിങ്ങൾ അഗ്രസീവ് ആകാനുള്ള ചാൻസസ് കൂടുതലാണ്, കൂടുതൽ ഇറിറ്റേഷൻ കാണിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേസമയം നിങ്ങൾ വളരെ കാം ആൻഡ് വളരെ കംഫർട്ടബിൾ ആയിട്ടും വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് ബാങ്കിൽ എത്തിയെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ക്ഷമയോടെ ആ ക്യൂവിൽ നിന്നേക്കാം. സോ ഒരു സിറ്റുവേഷനിൽ ഉണ്ടായിട്ടുള്ള അറോസല് അത് ചിലപ്പം മറ്റൊരു സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന ഇമോഷണൽ റിയാക്ഷൻസിനെ കുറച്ചുകൂടെ ഇന്റൻസിഫൈ ചെയ്യും. കാരണം ആദ്യത്തെ അറോസൽ കുറച്ചൊരു റെസിഡ്യൂ പോലെ കിടക്കുന്നത് കൊണ്ട്. സോ ഇനിയും അടുത്തതാണ് പേഴ്സണൽ ഡിറ്റർമിനൻസ്. അഗ്രഷന്റെ പേഴ്സണൽ ഡിറ്റർമിനൻസ് എന്തൊക്കെ പേഴ്സണൽ ഫാക്ടേഴ്സ് ആണ്? സോ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് അല്ലാതെ നമ്മളുടേതായ ചില ട്രേറ്റ്സും ഉണ്ട് അഗ്രഷനിലേക്ക് ലീഡ് ചെയ്യുന്നത്. കാരണം അതുകൊണ്ടാണ് ഒരേ സിറ്റുവേഷനിൽ തന്നെ പല വ്യക്തികളും പല രീതിയിൽ ബിഹേവ് ചെയ്യുന്നത്. സോ പേഴ്സണൽ ഡിറ്റർമിനൻസിൽ ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നതാണ് ടൈപ്പ് എ ബിഹേവിയർ പാറ്റേൺ. സോ നമ്മളുടെ പേഴ്സണാലിറ്റി ടൈപ്പ് എ, ടൈപ്പ് ബി എന്നൊക്കെയുള്ള ടൈപ്പ് സി എന്നൊക്കെയുള്ള ഒരു ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. സോ ഈ ടൈപ്പ് എ ബിഹേവിയർ പാറ്റേണിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ടൈപ്പ് എ ബിഹേവിയർ പാറ്റേൺസ് ഉള്ളവർ. ഹൈലി കോമ്പറ്റീറ്റീവ്, വളരെയധികം ടൈം അർജൻസി ഉള്ളവരായിരിക്കും, ഹോസ്റ്റൈൽ ആയിരിക്കും. സോ ഈ ഒരു ട്രേറ്റ്സിന്റെ പെക്യുലാരിറ്റിയാണ് ടൈപ്പ് എ. സോ നമ്മൾ ഈ ബിഹേവിയർ പാറ്റേൺസും ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സ് എന്തെങ്കിലുമൊക്കെ പഠിക്കുമ്പോഴും നമ്മൾ ഈ ലിങ്ക് പഠിക്കാറുണ്ട്. ടൈപ്പ് എ പേഴ്സണാലിറ്റി ഉള്ളവർക്ക് കാർഡിയാക് ഇഷ്യൂസ് ഒക്കെ വരാൻ സാധ്യതയുണ്ടെന്ന്. ബിക്കോസ് ഓഫ് ദിസ് നേച്ചർ. എല്ലാം എപ്പോഴും കോമ്പറ്റീറ്റീവ് ആയിരിക്കണം, കൃത്യസമയത്ത് എല്ലാം നടക്കണം, ഹോസ്റ്റൈൽ ആയിരിക്കണം. ആൻഡ് റിസർച്ച് ഹാസ് ഷോൺ ദാറ്റ് ടൈപ്പ് എ ബിഹേവിയർ പാറ്റേൺ കാണിക്കുന്നവര് കൂടുതലായിട്ടും ഹോസ്റ്റൈൽ അഗ്രഷനിൽ ഇൻവോൾവ് ആകുന്നത്. ഹോസ്റ്റൈൽ അഗ്രഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള വ്യക്തിക്ക് ഹാം ഉണ്ടാകണം എന്നുള്ള ഇന്റൻഷനിൽ ചെയ്യുന്ന ബിഹേവിയേഴ്സ് ആണ് ഹോസ്റ്റൈൽ അഗ്രഷൻ. സോ ടൈപ്പ് എ ബിഹേവിയർ പാറ്റേൺ ദേ ടെൻഡ് ടു ഷോ മോർ ഹോസ്റ്റൈൽ അഗ്രഷൻ. ഇനി നെക്സ്റ്റ് ഒരു പേഴ്സണൽ ഡിറ്റർമിനന്റ് ആണ് ഹോസ്റ്റൈൽ ആട്രിബ്യൂഷൻ ബയാസ്. സോ ആട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് അതേഴ്സ് ബിഹേവിയർ. സോ നമ്മൾ ഓൾറെഡി ആട്രിബ്യൂഷൻ ഒക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു എല്ലായ്പ്പോഴും നമ്മുടെ ആട്രിബ്യൂഷൻസ് റൈറ്റ് ആകാറില്ല. അതിനകത്ത് റോങ് ആയിട്ടുള്ള ചില ജഡ്ജ്മെന്റ്സും വരാറുണ്ട്. അത്തരത്തിലൊരു എറർ ഇൻ ആട്രിബ്യൂഷൻ ആണ് ഹോസ്റ്റൈൽ ആട്രിബ്യൂഷൻ ബയാസ്. അതെന്താണെന്ന് വെച്ചാൽ മറ്റൊരു വ്യക്തിയുടെ ആക്ഷൻസിൽ നമുക്ക് ക്ലാരിറ്റി ഇല്ലെന്ന് വിചാരിക്കാം. ക്ലാരിറ്റി ഇല്ലാതിരിക്കുമ്പോൾ ആ ആക്ഷനകത്ത് ഒരു ഹോസ്റ്റൈൽ ഇന്റൻഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഹാം ചെയ്യണം എന്നുള്ള ഒരു മോട്ടീവ് ആ വ്യക്തിയുടെ ആക്ഷനിൽ ഉണ്ടെന്നുള്ള നമ്മുടെ ആട്രിബ്യൂഷൻ ആണ് ഹോസ്റ്റൈൽ ആട്രിബ്യൂഷൻ ബയാസ്. സോ ക്ലാരിറ്റി ഇല്ലാത്തപ്പം ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് അവിടെ കൊടുക്കാതെ ഇത് മനഃപൂർവ്വം എന്നെ ദ്രോഹിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും, നമ്മൾ ക്ലിയർ അല്ല, പക്ഷെ ആ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് കൊടുക്കാതെ മനഃപൂർവ്വം എന്നെ ഹാം ചെയ്യണം എന്നുള്ള ഇന്റൻഷനിൽ തന്നെ ആയിരിക്കും എന്നുള്ള ആ ഒരു പെർസെപ്ഷനെയാണ് ഹോസ്റ്റൈൽ ആട്രിബ്യൂഷൻ ബയാസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നാർസിസ്റ്റിക് ട്രേറ്റ്, നാർസിസം. നാർസിസം എന്ന് പറഞ്ഞാൽ എക്സസീവ് ആയിട്ടുള്ള സെൽഫ് ലവ് ആണ് നാർസിസം. സോ ഒരു ഹൈലി നാർസിസ്റ്റിക് പേഴ്സൺ എന്ന് പറഞ്ഞാല് എക്സസീവ് ആയിട്ടുള്ള സെൽഫ് ലവ്, എനിക്ക് തോന്നുന്നു ഈ ഒരു പേര് തന്നെ ഗ്രീക്ക് മിത്തോളജിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നാർസിസസ് എന്നുള്ള കിങ് അയാളുടെ തന്നെ റിഫ്ലക്ഷൻ കണ്ട് അതിനോട് ഇഷ്ടത്തിലാവുന്ന ഒരു ക്യാരക്ടറാണ്, അതിൽ നിന്നാണ് ഈ പേര് തന്നെ വന്നിരിക്കുന്നത്. സോ എക്സസീവ് ആയിട്ടുള്ള സെൽഫ് ലവ് ആണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയുടെ ഒരു പ്രത്യേകത. അതോടൊപ്പം ദേ ഹാവ് എ വെരി ഇൻഫ്ലേറ്റഡ് സെൽഫ് ഇമേജ്. അതായത് ഞാൻ ഏറ്റവും ബെസ്റ്റ് ആണ്, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, അല്ലെങ്കിൽ എനിക്കെല്ലാം പോസിറ്റീവ് ട്രേറ്റ്സ് ഉണ്ട്, ഇങ്ങനെ അവനവനെ കുറിച്ചുള്ള വളരെ ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു സെൽഫ് ഇമേജ് ആയിരിക്കും നാർസിസ്റ്റിക്കില്. അപ്പം ഇങ്ങനെയുള്ള വ്യക്തികള് ദേ ടെൻഡ് ടു ബിഹേവ് മോർ അഗ്രസീവ്ലി. കാരണം ഇവര് കൂടുതൽ അഗ്രസീവ്ലി ബിഹേവ് ചെയ്യാനുള്ള റീസൺ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് വരുന്ന എന്തൊരു റെസ്പോൺസും അവരുടെ സെൽഫ് ഇമേജിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാകും എന്നുള്ളൊരു
ഒരു പെർസെപ്ഷൻ അവിടെ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹൈലി നാർസിസ്റ്റിക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് വളരെ അഗ്രസീവ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ആൻഡ് ഫൈനലി മറ്റൊരു പേഴ്സണൽ ഡിറ്റർമിനന്റ് ആണ് ജെൻഡർ ഡിഫറൻസസ്. സോ യൂഷ്വലി നമ്മൾ കണ്ടുവരാറുണ്ട് മെയിൽസ് ടെൻ ടു ബി മോർ അഗ്രസീവ് ദാൻ ഫീമെയിൽസ്. പക്ഷേ ഒരു സ്ട്രോങ് പ്രൊവോക്കേഷന്റെ കോണ്ടെക്സ്റ്റ് വന്നു കഴിഞ്ഞാൽ ഫീമെയിൽസും ഇതേപോലെ തന്നെ അഗ്രസീവ് ആയിട്ടുള്ള ആക്ഷൻസ് കാണിക്കാറുണ്ട്. സോ അതല്ലാതെ ജനറലി നോക്കുമ്പോൾ മെയിൽസ് ആണ് അഗ്രസീവ് ബിഹേവിയർ കൂടുതൽ കാണിക്കുന്നത്. പക്ഷേ ഇഫ് ദ കോണ്ടെക്സ്റ്റിൽ ആ പ്രൊവോക്കേഷൻ വളരെ ഹൈ ആണെങ്കിൽ ഫീമെയിൽസും അങ്ങനെ തന്നെ അഗ്രസീവ് ആയിട്ട് ബിഹേവ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ സിറ്റുവേഷനിലായിട്ടുള്ള ചില ഡിറ്റർമിനൻസ് ആണ് പറയുന്നത്. സോ ഇത് വളരെ ഫെമിലിയറും വളരെ സിമ്പിളുമാണ്. ഒന്ന് ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന കുറച്ച് ആളുകളെങ്കിലും അഗ്രസീവ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന കണ്ടുവരാറുണ്ട്. പിന്നെ ടെമ്പറേച്ചർ, നമുക്ക് തന്നെ അറിയാം നല്ല ചൂടൊക്കെ ഉള്ള സമയത്ത് നമ്മളും ഹൈലി ഇറിറ്റേറ്റഡ് ആയിരിക്കും. ഇപ്പൊ നല്ല ചൂടുള്ള സമയത്ത് ട്രാഫിക്കിലൊക്കെ ഒരുപാട് വണ്ടികൾ ഉണ്ടെങ്കിൽ ഈ ഹോൺ അടിക്കുന്ന ബിഹേവിയർ ഏറ്റവും കൂടുതൽ നല്ല ചൂടുള്ള സമയത്തായിരിക്കും. സോ റിസർച്ച് ഹാസ് ഷോൺ ദാറ്റ് ടെമ്പറേച്ചർ, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ വരെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് അഗ്രസീവ് ടെൻഡൻസീസ് കൂടാറുണ്ട്. പക്ഷെ ബിയോണ്ട് എ പെർട്ടിക്കുലർ ലെവൽ ഈ അഗ്രഷനും ടെമ്പറേച്ചറും തമ്മിൽ ഒരു വളരെ സ്ട്രോങ് ഒരു റിലേഷൻഷിപ്പ് ഇല്ല. ദെൻ യുവർ കൾച്ചറൽ ബിലീഫ്സ് ആൻഡ് വാല്യൂസ്, നിങ്ങളുടെ കൾച്ചർ എന്ത് എംഫസിസ് ആണ് ഇത്തരത്തിൽ അഗ്രഷനും വയലൻസിനും കൊടുക്കുന്നത്, നിങ്ങളുടെ വാല്യൂസ്, അഗ്രഷൻ നല്ലതാണോ മോശമാണോ, ഇങ്ങനത്തെ ഉള്ള നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന നിങ്ങളുടെ വാല്യൂസും നിങ്ങളുടെ കൾച്ചർ അതിനെ കാണുന്ന രീതിയും മറ്റ് സിറ്റുവേഷൻ ഡിറ്റർമിനൻസ് ആണ് വെദർ യു വിൽ ബിഹേവ് അഗ്രസീവ്ലി ഓർ നോട്ട്. സോ ഇത് ഇത്രയുമാണ് അഗ്രഷൻ എന്നൊരു ടോപ്പിക്കിൽ വരുന്നത്. സോ ഇതിനകത്ത് എനിക്കൊന്ന് നമിത ഒരു ഡൗട്ട് ഈ അഗ്രഷൻ റിലേറ്റഡ് തന്നെ മെസ്സേജിൽ ചോദിച്ചുകൊണ്ട് ഞാൻ അത് ഇപ്പോഴങ്ങ് ക്ലിയർ ചെയ്തേക്കട്ടെ. സോ ഇതിൽ ചോദിച്ചിരിക്കുന്നത് ആംഡ് ഫോഴ്സസ് കാണിക്കുന്ന അഗ്രഷൻ. സോ ആംഡ് ഫോഴ്സസ് കാണിക്കുന്ന അഗ്രഷൻ ആക്ച്വലി ഇറ്റ്സ് കമ്മിങ് അണ്ടർ എ ഡിഫറെന്റ് ടോപ്പിക്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു റെക്കോർഡഡ് സെഷൻ ചെയ്തതിനകത്ത് സോഷ്യൽ ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ആസ് പെർ ദ സിലബസ് സോഷ്യൽ ഇൻഫ്ലുവൻസിൽ കൺഫോമിറ്റി മാത്രമേ നമുക്ക് കവർ ചെയ്യേണ്ടി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ കൺഫോമിറ്റിയെ കുറിച്ച് മാത്രമാണ് കഴിഞ്ഞ ക്ലാസ് ഒരു റെക്കോർഡഡ് സെഷനിൽ പറഞ്ഞത്. പക്ഷെ സോഷ്യൽ ഇൻഫ്ലുവൻസ് 3-4 രീതിയിൽ ചെയ്യാം. അതായത് കൺഫോമിറ്റി എന്ന് പറയുമ്പോൾ ഗ്രൂപ്പിനോട് ചേർന്ന് പോവുക, കോംപ്ലയൻസ്, നമ്മളുടെ ബിഹേവിയറിനെ മറ്റുള്ളവർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചില ടാക്ടിക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന കോംപ്ലയൻസ്. തേർഡ് വരുന്നതാണ് ഡിസ്ട്രക്റ്റീവ് ഒബീഡിയൻസ് എന്ന് പറയും. അതായത് ഒരു ഹയർ അതോറിറ്റിയുടെ ഓർഡർ വന്നാൽ ഇത്തരത്തിലെ അഗ്രസീവ് ബിഹേവിയേഴ്സ് കാണിക്കുന്നതിന് ആ ഫിനോമിന ഡിസ്ട്രക്റ്റീവ് ഒബീഡിയൻസ് എന്ന് പറയുന്നത്. സോ ഈ പോലീസിലുള്ളവരും ആംഡ് ഫോഴ്സസിലുള്ളവരും പലപ്പോഴും ഒരു അതോറിറ്റിക്കൽ ഫിഗറിന്റെ ഓർഡർ ആയിരിക്കും ഒബേ ചെയ്യുന്നത് വൈൽ എൻഗേജിങ് ഇൻ അഗ്രസീവ് ബിഹേവിയർ. പലപ്പോഴും അവർക്ക് അങ്ങനെ തന്നെ അഗ്രഷൻ കാണിക്കണമെന്ന് ആഗ്രഹം കാണത്തില്ല. സോ ഈ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ഒബീഡിയൻസ് അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഒബീഡിയൻസ് എന്ന് പറയും. സോ ആ ഒരു കോൺസെപ്റ്റിലാണ് യൂഷ്വലി ഇങ്ങനത്തെ പ്രൊഫഷൻസിനുള്ളവരുടെ അഗ്രഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അവർ കാണിക്കുന്ന ഇത്തരം ആക്ട്സിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ആ ഡിസ്ട്രക്റ്റീവ് ഒബീഡിയൻസ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ അതിനകത്ത് കുറെ ഡിറ്റർമൈനിങ് ഫാക്ടേഴ്സും ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ആ ഒരു ഡൗട്ട് അതിൽ ക്ലിയർ ആകും. സോ ഈ ഒരു അഗ്രഷൻ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഡിസ്ട്രക്റ്റീവ് ഒബീഡിയൻസ്.